വീട്ടിൽ സോളാർ വയ്ക്കാൻ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ പല റീസൺസ് കാരണം റിജക്റ്റ് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്ന അങ്ങനെ ഒരു ടെക്നിക്കൽ റീസൺ ആണ് ഹോസ്റ്റിംഗ് കപ്പാസിറ്റി. എന്താണ് ഹോസ്റ്റിംഗ് കപ്പാസിറ്റി? ഹോസ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമറിൽ എത്രത്തോളം സോളാർ സേഫ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു ലിമിറ്റാണ്. ഒരു ട്രാൻസ്ഫോമർ ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജിന് പ്രോബ്ലംസ് ഉണ്ടാവാം, സപ്ലൈയിൽ ഇഷ്യൂസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഓരോ ട്രാൻസ്ഫോമറിനും ഇത് ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ സോളാറിന്റെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ പ്രകാരം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഒരു ട്രാൻസ്ഫോമറിന്റെ ഹോസ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിന്റെ റേറ്റിംഗിന്റെ 90%. അതുപോലെ തന്നെ ഓരോ ഫേസും 3 ഫേസ് ഉള്ളതിൽ ഓരോ ഫേസിന്റെ 30%ആണ് ഇതിന്റെ മാക്സിമം ലിമിറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഏരിയയിലുള്ള ഒരു ട്രാൻസ്ഫോമർ 100 kV ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹോസ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 90%, 90 kV യും, അല്ലെങ്കിൽ ഓരോ ഫേസിലും 30 kV കൂടുതലായാലും നമ്മുടെ ആപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യാം. ട്രാൻസ്ഫോമർ ഓൾറെഡി ഫുൾ കപ്പാസിറ്റിയിലാണെങ്കിൽ പുതിയ സോളാർ കണക്ഷൻ അപ്രൂവൽ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ചില ഏരിയാസിൽ കൺസ്യൂമേഴ്സ് സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പോലും അവർക്ക് അപ്രൂവൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് പോസിബിൾ സൊല്യൂഷൻസ് ആയി പറയുന്നത്, ഒന്ന്, ഹൈബ്രിഡ് സ്മാർട്ട് ഇൻവെർട്ടർ യൂസ് ചെയ്യുക, ബാറ്ററി സ്റ്റോറേജ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ KCB ട്രാൻസ്ഫോമർ അപ്ഗ്രേഡ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സോളാറിന്റെ റീസെന്റ് ആയിട്ടുള്ള ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ പറയുന്ന ഒരു ഓപ്ഷനാണ് ബിഹൈൻഡ് ദ മീറ്റർ സിസ്റ്റം എന്നുള്ളത്. നിങ്ങളുടെ സോളാർ ആപ്ലിക്കേഷനും റിജക്റ്റ് ആയിട്ടുണ്ടോ? അങ്ങനെ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണമെന്ന് കമന്റ് ബോക്സിൽ പറയുക.